CPM കേന്ദ്ര കമ്മിറ്റി അംഗം LDF മുൻ കൺവീനർ ചേരുന്നു തത്സമയം അതിഥിയായി. നമസ്കാരം ശ്രീ പി ജയരാജൻ. വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം ഡോക്ടർ. വെൽക്കം പപ്പിക്കുട്ടി. ഇയാളെ കണ്ടിട്ട് പട്ടിയുടെ ട്രെയിനറെ പോലെ ഉണ്ടല്ലോ. ഇതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ കണ്ണുപൊട്ടും. ഈ പതിവ് ദിനം തുടങ്ങുന്നത് ചെറിയ എക്സസൈസോട് കൂടിയാണോ? സാറിന്റെ ഒബ്സർവേഷൻ കറക്റ്റാ. താങ്ക് യു. അതെ 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 ഇല്ലെങ്കിൽ ആരോഗ്യമൊക്കെ ക്ഷണിച്ചു പോകും. എനിക്കും അത് ഫീൽ ചെയ്തു. റിയലി? യോഗയാണോ അതല്ല സൂര്യ നമസ്കാരം പോലെയുള്ള കാര്യങ്ങളാണോ? നേരത്തെ യോഗയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ രാവിലെ ഒരു 3/4 മണിക്കൂർ നടക്കും. പിന്നെ ചില ആയുർവേദ ചികിത്സയുണ്ട്, അത് രാവിലെ നാട്ടിലുള്ളപ്പോൾ നടത്തും. അതുകൊണ്ട് രാവിലെ നിങ്ങളൊക്കെ വിളിച്ചാൽ ഞങ്ങൾ ഈ തിരക്കിലായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചിലപ്പോൾ ഡോക്ടർ അരുൺകുമാറിന്റെ തിരക്കിനനുസരിച്ച് ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. ഏത് കാര്യത്തിനും അതിന്റേതായ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? കാപ്പിയൊക്കെ കുടിച്ച്? അതെ 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 ഇപ്പൊ വീട്ടിലാണ് ഉള്ളത്. രാവിലെ ഒരു 2 ഇഡ്ഡലി കഴിക്കും. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന എന്നെ തല്ലാൻ ആളില്ലാഞ്ഞിട്ടാ. ഇനി നീ ഇവിടെ നിൽക്കണ്ട, വെക്കോ. ബാംഗ്ലൂരോ മൈസൂരോ എവിടെ വേണമെങ്കിലും വെക്കോ. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അപ്പൊ ആത്മകഥ അല്പം വൈകും. കുറെ പാർട്ടി സമ്മേളനങ്ങൾ ഉള്ളത് കൊണ്ട് അതിന്റെ തിരക്കിലായതുകൊണ്ട് വീട്ടിൽ ഇരിക്കാൻ ഒരു മണിക്കൂർ പോലും സമയം കിട്ടാത്തത് കൊണ്ട് ഞാനത് പൂർത്തീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ വളരെ ജോളി നേച്ചർ. ഇതിപ്പോ ഡിസംബർ ഇന്ന് 4 ഈ ഡിസംബർ മാസത്തോടു കൂടി അതിന്റെ ഒരു ഭാഗം പൂർത്തീകരിച്ച് ഞാൻ ഡിസംബറോടുകൂടി എൻ്റെ ഈ ആത്മകഥയുടെ 1ാം ഭാഗം. വീട്ടിലുള്ള ആണുങ്ങളോട് ആലോചിക്കാതെ ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചാല് നാട്ടിലുള്ള കള്ളന്മാർക്ക് ഒരു വീട് ഭരിക്കും, മനസ്സിലായോ? അതെന്തായാലും DC-ക്ക് കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചോ അങ്ങ്? അല്ല, സാധാരണഗതിയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എനിക്കൊന്ന് ആ വിഷയത്തിൽ നമ്മുടെ ശ്രീകുമാർ തോന്നൽ തന്നെയാണ് എന്റേതും. DC ബുക്സിലെ ശ്രീകുമാർ ഒരു സസ്പെൻഷൻ വന്നിരുന്നു, അത് അറിഞ്ഞിരുന്നു. ഒരു മിനിറ്റ് എന്തോ പറയാൻ മറന്നു. അതൊന്നും എല്ലാവരും വന്നേ. അതെ, കൈക്ക് ബലുണ്ടെന്ന് കരുതി ആരെയും ഇങ്ങനെ ഇടിക്കരുതാ കള്ളപ്പന്നികളെ. ഏത് തെറ്റായ നിലപാടാണ് സ്വീകരിച്ചത്? എത്ര വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്? അങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് തന്നെ ഞാൻ വീണ്ടും പ്രസിദ്ധീകരിക്കാൻ കൊടുക്കൂ എന്ന് ആരെങ്കിലും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്റെ ഈ മുടിഞ്ഞ ജാടയും നമ്പർ ഒന്നും ഇവിടെ വേണ്ട. ഇനിയും അങ്ങോട്ട് രാഷ്ട്രീയ ഇന്നിങ്സ് ഉണ്ടല്ലോ. അതെ അതെ അല്ല, ഡിസംബർ 30 ശേഷവും എന്റെ ജീവിതം ഉണ്ടല്ലോ. കൂട്ടത്തിൽ കറാട്ടെ പഠിച്ച ഒരുത്തനുണ്ടോ എന്നൊരു സംശയം. ഇതുപോലെ ശരീരത്തിന്റെ പ്രധാന മർമ്മസ്ഥാനങ്ങളിൽ ഉന്നം വെക്കാൻ അങ്ങനെ ഒരുത്തനെ സാധിക്കും. കറക്റ്റ് ഉണ്ടാവണം. അതിപ്പോ എഴുതാൻ പറ്റില്ല. സന്തോഷത്തോടുകൂടി തന്നതല്ലേ, ഞാനതങ്ങ് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അത് രാഷ്ട്രീയാരോഗ്യത്തോടെയും ശാരീരിക ആരോഗ്യത്തോടു കൂടിയും അങ്ങ് തുടരണം. അതാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ തുറന്ന് സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ മധു മുല്ലശ്ശേരിയെ പോലുള്ള ആളുകളൊക്കെ മംഗലപുരത്ത് നിന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് BJP-യിലേക്ക് പോവുകയാണ്. ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് 6 വർഷം ഇരുന്നയാൾ, കഴിഞ്ഞ 42 വർഷമായ ഒരു പാർട്ടി അംഗമായിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ജില്ലാ സെക്രട്ടറിയോട് വിയോജിപ്പ് പറഞ്ഞ് മോദി ക്യാമ്പിലേക്ക് പോവുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാർട്ടിയെ തകർക്കാൻ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. 2 സ്ഥലമുണ്ട്. എവിടെ? ഊളംപാറയും കുതിരവട്ടവും. പിന്തിരിപ്പ ശക്തികൾക്ക് ഏറ്റവും വലിയ ഭയം CPM-നെയാണ്. RSS സംഘപരിവാർ ഭയപ്പെടുന്നത് കോൺഗ്രസിനെയല്ല, ഇന്ത്യയിൽ CPM-നെയാണ്. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഇന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഒരു തുരുത്ത് പോലെ നിൽക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാർ. അതൊരു രഹസ്യമൊന്നുമല്ല, ഇന്ന് തന്നെ അത് പരസ്യമായി വന്നിട്ടുള്ള കാര്യമാണ്.